ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മുടെ ക്രാക്ക് NCERT-യിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുകയാണ്. വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന അതിമനോഹരമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, റെഡി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 5.2 ആണ്. മഴത്തുള്ളി താഴോട്ടേക്ക് വീഴുകയാണ്. മഴത്തുള്ളി താഴോട്ട് വീഴുന്നു. മഴത്തുള്ളിയുടെ മാസ് എന്ന് പറയുന്നത് 1 gram ആണ്. മഴത്തുള്ളിയുടെ മാസ് എന്ന് പറയുന്നത് അത് വീഴുന്ന ഹൈറ്റ് 1 kilometer ഹൈറ്റിൽ നിന്നാണ് മഴത്തുള്ളി താഴോട്ട് വീഴുന്നത്. അത് താഴെ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 50 meter/second താഴോട്ട് എന്ത് ചെയ്യുന്നത്, ഹിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് എ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്കല്ലടാ. അപ്പൊ നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മുകളിൽ ഇരിക്കുമ്പോൾ അതിന്റെ എനർജി എന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വർക്കാണ് ആര് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. അത് mgh തന്നെയായിരിക്കും. mgh ആണ്. അപ്പോൾ മാസ് 1 gram ആണ്. അപ്പോൾ 1 × 10⁻³ kilogram എന്ന് വരും. ജിയുടെ വാല്യൂ നമുക്ക് 9.8 എന്ന് വിളിക്കാം. ജിയുടെ വാല്യൂ നമുക്ക് 9.8 ആണ്. നമ്മുടെ നമുക്ക് 10 എന്ന് വിളിക്കാവേ. നമ്മുടെ NCERT-ക്കകത്ത് ഐ തിങ്ക് സോ 10 എന്നാണ് വിളിച്ചിരിക്കുന്നത്. 10 meter/second² ആണ്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? 10 എന്ന് വിളിക്കാം. നമുക്കിതിനെ 10 എന്ന് വിളിക്കാം. ഇൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് 1 kilometer ഹൈറ്റ് ആണ്. അപ്പൊ 10⁻³ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. വർക്ക് നമുക്ക് എത്ര കിട്ടുവാടാ? 10 joule വർക്ക് കിട്ടി. അപ്പൊ ഇതാണ് വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര കിട്ടിയാടാ? 10 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ വർക്ക് ഡൺ ബൈ ദി അൺനോൺ റെസിസ്റ്റീവ് ഫോഴ്സ്? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ താഴോട്ട് വീഴാൻ നേരത്ത് അതിനകത്ത് റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ നമ്മുടെ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് 10 joule ആണ്. അപ്പൊ നമ്മൾ താഴെ ആ ഒരു മഴത്തുള്ളി താഴെ എത്തി. ആ ഒരു മഴത്തുള്ളി താഴെ സർഫസിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 50 meter/second ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള അതിന്റെ കൈനറ്റിക് എനർജി ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ? അറ്റ് സർഫസ് അതിന്റെ കൈനറ്റിക് എനർജി നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണ്. കൈനറ്റിക് എനർജി അറ്റ് സർഫസ് അല്ലെ? ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി 50 meter/second ആണ്. കൈനറ്റിക് നമുക്ക് എല്ലാവർക്കും അറിയാനാണ് 1/2 mv² ആണ്. 1/2 mv². 1/2 ഇൻറ്റു മാസ് നേരത്തെ പറഞ്ഞ പോലെ 10⁻³ ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് 50 ആണ്. 50 ഗുണം എന്ത് വരും ഇവിടെ? 50 എന്ന് വരും. നമുക്ക് വെട്ടിക്കളഞ്ഞ ഇവിടെ 25 എന്ന് കിട്ടും. 25 ഇതും പോലെ 10⁻² കിട്ടും. അപ്പൊ 25 ഗുണം 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ 1.25 എന്ന് കിട്ടും. 1.25 10⁻² ആയതുകൊണ്ടാണ് 1.25 ജൂൾ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 10 joule ആണ്. താഴെ ആ ബോഡി എത്തിയപ്പോൾ അതിന്റെ എനർജി 1.25 ഉള്ളൂ. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും ഇവിടുത്തെ കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിട്ട് മാറേണ്ടതാണല്ലേ? നമുക്കറിയാം ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും ഇവിടുത്തെ കൈനറ്റിക് എനർജി ഈക്വൽ ആണ്ടാണ്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ? ആ റെസിസ്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അവിടുത്തെ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എയർ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന വർക്ക് ഡൺ, ആ എയർ ഫ്രിക്ഷന്റെ വർക്ക് ഡൺ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്താണ്? ഈ ടോട്ടൽ വർക്കിൽ നിന്നും നമ്മുടെ കൈനറ്റിക് എനർജി കുറച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇത് കുറച്ചാൽ മതി. നെഗറ്റീവ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ 1.25 നമുക്ക് സിമ്പിളി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എത്രയായിരിക്കും? 10 joule മൈനസ് 1.25 ആണ്. നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ് മക്കളെ? 8.75 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ജൂളാണ്. നമുക്കറിയാം റെസിസ്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് ദിസ് ഈസ് നെഗറ്റീവ്. ദിസ് വർക്ക് ഈസ് എന്താണ് മക്കളെ? നെഗറ്റീവ്. ഈ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ദിസ് വർക്ക് ഈസ് നെഗറ്റീവ്. കാരണം എന്താണ്? ഇവൻ താഴോട്ടേക്കാണ് വീഴുന്നത്. അപ്പൊ ഇവൻ ചെന്ന വർക്ക് നെഗറ്റീവ് ആയി. സിംപ്ലി നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? Therefore നമുക്ക് പറയാം റെസിസ്റ്റീവ് ഫോഴ്സ് വർക്ക് എന്ന് പറയുന്നത് -8.75 ആണ്. ഇതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റെസിസ്റ്റീവ് വർക്കാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റീവ് വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ദിസ് വർക്ക് ഈസ് നെഗറ്റീവ്. ദിസ് വർക്ക് ഈസ് നെഗറ്റീവ്. ഈ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സിമ്പിൾ ലോജിക്കാണ്. 10 joule ആയിരുന്നു ടോട്ടൽ വർക്ക്. താഴെ എത്തിയപ്പോൾ 1.25. അപ്പൊ ഇതിനെ റെസിസ്റ്റ് ചെയ്ത ആരായിരിക്കും? ഈ ഒരു വർക്കാണ്.
ഇനി അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറി നമുക്ക് പറയാൻ പറ്റും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ് വർക്ക് ഡൺ ഈക്വൽ ആണ്. ഇവിടെ വർക്ക് ഡൺ 2 പേരാണ് കൊടുക്കുന്നത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്ന വർക്ക് പ്ലസ് എന്താണ് റെസിസ്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്ന വർക്ക്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്ക് മനസ്സിലാവും. ഗ്രാവിറ്റേഷൻ 10 ആണ്, ഇത് -8.75 ആണ്. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്ര കിട്ടി? 1.25 കിട്ടി. ഓക്കെ അല്ലേടാ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോകുന്നു. എക്സസൈസ് 5.15 ആണ്. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. ഒരു പമ്പ് താഴെയുണ്ട്. ഈ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിനെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ എത്തിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഒക്കെ വരച്ച് കാണിച്ചു തരാം. ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് ഒരു പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ പമ്പ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പമ്പിരിപ്പുണ്ട്. ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് പമ്പ് ചെയ്യുകയാണ്. റെഡി അല്ലേടാ. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 മീറ്റർ ഹൈറ്റ് ആണ് ആ ബിൽഡിങ്ങിനുള്ളത്. ആ ടാങ്കിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാടാ? 30 മീറ്റർ ക്യൂബ് ആണ് വോളിയം. ഈ പമ്പിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാടാ? 30% ആണ്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാർക്ക് എടുത്തെഴുതാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാടാ? ടാങ്കിന്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ദി ടാങ്ക് എന്ന് പറയുന്നത് 30 മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതിനെടുക്കുന്ന സമയം, വെള്ളം പമ്പ് ചെയ്ത് നടക്കാൻ എടുക്കുന്ന സമയം 15 മിനിറ്റ് ആണ്. അപ്പൊ 15 × 60 സെക്കൻഡ് എന്ന് പറയാം. അതേപോലെ തന്നെ ടാങ്ക് ഇരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. എഫിഷ്യൻസി തന്നിരിക്കുന്നത് 30% ആണ്. എഫിഷ്യൻസി നമുക്ക് ഈറ്റ എന്ന് പറഞ്ഞ ലെറ്റർ റെപ്രസെന്റ് ചെയ്യാം. എഫിഷ്യൻസി 30% ആണ് എഫിഷ്യൻസി നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എന്തുമാത്രം പവർ അല്ലെ പമ്പ് കൺസ്യൂം ചെയ്യുന്ന പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം പമ്പിനകത്തോട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇൻപുട്ട് പവർ ആണ് ഇത്. ഇതിന് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഈ വെള്ളത്തിന് മുകളിലോട്ട് എത്തിക്കുക, അതിനാവശ്യമായ പവർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എഫിഷ്യൻസി ഇക്വേഷൻ ഇങ്ങനെയല്ല. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ എന്താണ്? ഇൻപുട്ട് പവർ ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പവർ ആണ് അല്ലേ. ഇൻപുട്ട് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? എഫിഷ്യൻസി ആണ്. ഇനി ഔട്ട്പുട്ട് പവർ നമുക്കറിയാം, പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ് അല്ലേ. വർക്ക് ബൈ എന്താണ്? ടൈം ആണ് ഇൻറ്റു എഫിഷ്യൻസി. ഇവിടെ വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? എന്താണ് ഈ വർക്ക് എന്ന് പറയുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ വെള്ളത്തിന് മുകളിലോട്ട് കൊണ്ടുപോകാൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. അത് mgh ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് mgh ആണ് ഡിവൈഡ് ബൈ ടി എഫിഷ്യൻസി. പക്ഷെ ഇവിടെ ക്വസ്റ്റിനകത്ത് എന്തില്ല? മാസ് ഇല്ല. പക്ഷെ നമുക്കറിയാം ഡെൻസിറ്റി, വെള്ളത്തിന് ഡെൻസിറ്റി 10⁻³ ആണ്. വോളിയം തന്നിട്ടുണ്ട്, മാസ് കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു g ഇൻറ്റു h എന്ന് എഴുതി. ഓക്കെ, റെഡി അല്ലേടാ. എല്ലാം തന്നിട്ടുണ്ട്, എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ എഫിഷ്യൻസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.3 എന്ന് കിട്ടും. അപ്പൊ P n is equal to ഡെൻസിറ്റി 10⁻³ ആണ്. വോളിയം ഐ തിങ്ക് സോ 30 ആണ്, 30 ആണ്. ഇനി അതേപോലെ തന്നെ G എന്ന് പറയുന്ന 9.8 എന്ന് ഇട്ട് കൊടുക്കാം. H എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. ഹൈറ്റിനെ നമുക്ക് 40 എന്ന് ഇട്ട് കൊടുക്കാം. ഹൈറ്റ് 40 ആണ്. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 15 × 60 ആണ്. 15 × 60 എന്ന് കൊടുക്കാം. ഇൻറ്റു അവസാനത്തെ ആഴാന്റെ എഫിഷ്യൻസി ആണ് 0.3 ആണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 43.6 × 10⁻³ വാട്ട് എന്നാണ് മക്കൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. അതിമനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ ബൈ.